എന്തായാലും ഇത് ഒരു പ്രധാനപ്പെട്ട പാതയാണ്. ഒരുപക്ഷെ നിലമ്പൂരെ ഈ മേഖലയെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാത പൂർണ്ണമായും ഏറെക്കുറെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. സ്വാഭാവികമായും ഇത് അനുവദിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവമാണല്ലോ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ഈ ഉത്സവത്തിന്റെ ഭാഗമായി നമുക്കും കരുതാം. പക്ഷെ ഇത് ജനത്തിന് പൊതുവിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ആവേശ കാഴ്ചയിലേക്ക് മടങ്ങി വരുമ്പോൾ അതിഭയങ്കരമായ വലിയ ആവേശ കാഴ്ചകൾ ഒരുക്കി തന്നെയാണ് ഈ കൊട്ടിക്കലാശം മുന്നോട്ട് പോകുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ നിലമ്പൂർ ചർച്ച ചെയ്ത രാഷ്ട്രീയം, ആ ചർച്ച ചെയ്ത രാഷ്ട്രീയത്തെ മുന്നണി നേതൃത്വങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു എന്നതാണ് കാണുന്നത്. നമ്മൾ ഈ കാണുന്നതൊക്കെ എല്ലാ പാർട്ടികളുടെയും കോർ അണികളാണ്. അതായത് അടിയുറച്ച പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തമാണ് ഇവിടെ കാണുന്നത്. ഇതിനപ്പുറം ജനവിധി നിർണ്ണയിക്കേണ്ടത് യഥാർത്ഥത്തിൽ നിശബ്ദ വോട്ടർമാരാണ്. അവർ മണ്ഡലത്തിലുണ്ട്. അവർ ഈ പ്രചരണങ്ങളൊക്കെ നേരി കാണുന്നുണ്ട്. മുന്നണികളുടെ അവകാശവാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവരുടെ തീരുമാനം വരുന്നത്. 19-ന് പോളിംഗ് ബൂത്തിൽ അവർ തങ്ങളുടെ ജനസമ്മതി ആർക്കൊപ്പം എന്നതിൽ തീരുമാനമെടുക്കും. അപ്പോൾ മാത്രമേ ഈ വിജയമാർക്ക് എന്നതിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും കേരളത്തിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരുപക്ഷെ നിലമ്പൂരിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നിലമ്പൂർ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചകമാണ്. അതുകൊണ്ട് തന്നെ ഇത് നൽകുന്ന റിസൾട്ട് കേരളത്തിന്റെ ഭരണ തുടർച്ചയ്ക്കോ അല്ലെങ്കിൽ ഭരണമാറ്റത്തിനോ ഇടവയ്ക്കുമോ എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അരുണ്, ഒരു ചെറിയ രാഷ്ട്രീയ വിശകലനം. എന്തായാലും നമുക്ക് ഈ കൊട്ടിക്കലാശം അത് നടക്കട്ടെ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഇടയ്ക്ക് വരാം. ഒരു രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്ന കാര്യം, വി.ഡി. സതീശൻ എന്നൊരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ഈ 2026 പിണറായി സർക്കാരിന്റെ താഴെ ഇറക്കാനുള്ള വിധിയെഴുത്തായി നിലമ്പൂർ മാറുമെന്നാണ്. സർക്കാരും പറയുന്നു ഞങ്ങളുടെ പ്രകടനത്തിന്റെ വിലയിരുത്തൽ കൂടിയായി ഇത് മാറുമെന്ന്. രണ്ടുപേരും 2026 ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിലമ്പൂരിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പലതിന്റെയും സൂചനയായി മാറും. സേത്ത്, ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അത് മുന്നണികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. PV അൻവർ വളരെ പ്രധാനപ്പെട്ടതാണ്. മുന്നണികൾക്ക് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വലത് മുന്നണികൾക്ക്. ഇടതു മുന്നണിക്ക് നിലമ്പൂർ സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് MLA അവരെ വിട്ടു പോയെങ്കിലും അത് സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. അത് നിലനിർത്താനായില്ലെങ്കിൽ നാണക്കേടാണ്. പക്ഷേ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടത്തിലേക്ക് പോകും. കാരണം ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ, 9 വർഷത്തെ ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ 9 വർഷം തുടർച്ചയായി ഭരിക്കുമുണ്ട്, സ്വാഭാവികമുണ്ടാകാവുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മറികടന്നുള്ള വിജയമായി ഇത് മാറും. മാത്രമല്ല, ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളും നേരത്തെയൊക്കെ പാലക്കാട് വന്നപ്പോഴുമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ വിശേഷിപ്പിച്ചിരുന്നു. അക്ഷരാർത്ഥമുള്ള സെമി ഫൈനൽ ഇത് തന്നെയാണ്. നിലമ്പൂർ വിജയിക്കാനായാൽ അത് ഇടതു മുന്നണിക്ക് ഒരുപക്ഷെ ഒരു വളരെ ഈസി വാക്ക് ഓവർ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ഒരു പ്രതീതിയുമായി അവർക്ക് മുന്നോട്ട് പോകാം. മറിച്ച് UDF ഇത് പരാജയപ്പെട്ടുണ്ടാകാൻ പോകുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും. V.D. സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ മാറ്റി നിർത്താനുള്ള എല്ലാ നടപടികൾക്കും മുൻകൈയെടുത്തയാൾ, എല്ലായിടത്തും PV അൻവർ വേണ്ടെന്ന് പറഞ്ഞയാൾ. ഉറപ്പായിട്ടും V.D. സതീശനെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാകൂ. ലീഗിന്റെ കോട്ടയാണ് ഇവിടെ. നിലമ്പൂർ ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗ് പൂർണ്ണമായും UDF-നെ ഒപ്പം നിൽക്കണം. അങ്ങനെ ഇവിടെ പരാജയപ്പെട്ടാൽ ലീഗിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടും. ഈ 2 തവണ ഭരണത്തിൽ മാറി നിന്ന ലീഗിന്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. ഒരു തവണ കൂടി അവർക്ക് ഭരണത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെ 2 മുന്നണികൾക്കും വിജയിച്ചേ മതിയാകൂ. ഇത് സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിനൊപ്പം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ല എന്ന ആത്മവിശ്വാസവുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ഒക്കെ പോകാൻ ഇടതു മുന്നണിക്ക് വിജയം അനിവാര്യമാണ്. മാത്രമല്ല, ഒറ്റുകാരെന്നും വഞ്ചകരെന്നും ആവർത്തിച്ച് CPM നേതാക്കൾ പറയുന്ന PV അൻവറിനുള്ള മറുപടിയായി കൂടി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഇടതുമുന്നണിക്ക് ജയിക്കാനായാൽ അഥവാ വലിയ പരാജയത്തിലേക്ക് ഇടതുമുന്നണി പോയാൽ PV അൻവർ അല്പം കൂടി ശക്തനാകും. UDF-നും അതേ PV അൻവർ വെല്ലുവിളി നേരിടുന്നുണ്ട്. UDF പരാജയപ്പെട്ട് ഇടതുമുന്നണി ജയിച്ചാൽ പോലും PV അൻവറിന് മുന്നോട്ടുള്ള പോക്ക് കുറച്ചുകൂടി ശക്തമായി പോകാൻ കഴിയും. അദ്ദേഹത്തിന് V.D. സതീശനെ വെല്ലുവിളിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് V.D. സതീശനെ മാറ്റിയാൽ വീണ്ടും UDF-മായി സഹകരിക്കാൻ തയ്യാറെന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ സ്വരാജ് ജയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അൻവർ ജയിക്കുകയാണെങ്കിൽ, PV അൻവർ വേറൊരു ശക്തനായ നേതാവായി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്ക് വളരെ ബുദ്ധിമുട്ടിലാകും. V.D. സതീശനും ഒരു പരാജയം ഒരു കാരണവശാലും രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല. ഇടതു മുന്നണിക്കാകട്ടെ ഒരു വിജയം വന്നാൽ അത് സമാനതകളില്ലാത്ത ആത്മവിശ്വാസവുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള കരുത്ത് നൽകുമെന്ന് ഉറപ്പാണ്.
ഇന്നത്തെ ഈ UDF-ന്റെ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നേതാക്കളെല്ലാം ഒന്നിച്ചിരുന്നതാണ്. ആ വാർത്താ സമ്മേളനത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഒന്ന് പ്രത്യേകം പരാമർശിക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ UDF ഒറ്റക്കെട്ടാണ്, കണ്ടില്ലേ, ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു, അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ കൂടിയാണ് വരുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ലീഗിന്റെ സംവിധാനങ്ങളെല്ലാം ഒന്നിച്ചുണ്ട് എന്ന് പറയുന്നു. കുഞ്ഞാലിക്കുട്ടിക്ക് അത് പ്രത്യേകിച്ച് ഒന്നുകൂടെ പറയേണ്ടി വരുന്ന സാഹചര്യം UDF-നകത്തുണ്ടോ? ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തില് സ്ഥാനാർത്ഥി നിർണയ സമയം മുതല് UDF-ന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതാണ്. UDF-ലെ VD സതീശന്റെ പിടിവാശി ഒന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ UDF-നെ ഇത്രയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. കാരണം കൈവിലുണ്ടായിരുന്ന ഒരു മണ്ഡലം, അല്ലെങ്കിൽ കയ്യിൽ കിട്ടുമായിരുന്ന ഒരു മണ്ഡലമാണ് അനിശ്ചിതത്വത്തിലേക്ക് പോയിരിക്കുന്നത്. അതിനൊറ്റ കാരണം PV അൻവറിനെ പിണക്കി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ PV അൻവർ ഒരു മുഖ്യ എതിരാളിയായിട്ട് മത്സരിച്ച് ഷൌക്കത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ അതിന്റെ കാരണക്കാരനായിട്ട് VD സതീശനെ മാത്രമാണ് നമുക്ക് കോൺഗ്രസിലും UDF-ലും പറയാൻ കഴിയുക. ലീഗ് PV അൻവറിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയൊക്കെ ഒരുപക്ഷെ സമീപകാലത്തൊന്നും UDF-ൽ മറ്റൊരു കാര്യത്തിന് സമ്മർദ്ദം ചെലുത്തി കാണില്ല. എന്നിട്ട് പോലും PV അൻവറിനെ മുന്നണിയുടെ കൂടെ നിർത്തുവാൻ വേണ്ട നടപടികൾ VD സതീശൻ മുൻകൈയെടുത്ത് ചെയ്തില്ല എന്നത് തന്നെയാണ് ലീഗിനുള്ള വലിയ അതൃപ്തി. ലീഗ് ആ അതൃപ്തി അവരുടെ യോഗത്തിൽ ആ കാര്യം അവർ പലവട്ടം ഉന്നയിച്ചിട്ടുണ്ട്. അവർ ആ കാര്യത്തിൽ തീരുമാനങ്ങളും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടുകളൊക്കെ വന്ന സാഹചര്യത്തിലായിരിക്കാം ലീഗിന്റെ പ്രവർത്തനം വേണ്ട പോലെയല്ല എന്നൊരു സംശയം പൊതുവെ ഉയരുന്നതും. പക്ഷേ ആ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് കൺവെൻഷന് പാണക്കാട് കുടുംബത്തിൽ നിന്നും ആരും വന്നില്ല എന്നതും ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞതോടെ ലീഗ് പ്രതിസന്ധിയിലായി. കാരണം തെരഞ്ഞെടുപ്പിൽ എന്ത് തിരിച്ചടി ഉണ്ടായാലും അതിന്റെ ഉത്തരവാദിത്വം VD സതീശനല്ല, മുസ്ലിം ലീഗിലാണ് വന്നു ചേരുക. കാരണം ഈ മണ്ഡലത്തിലുള്ള 44% മുസ്ലിങ്ങളിൽ അതിൽ കോൺഗ്രസ് ഉണ്ടെങ്കിലും ലീഗ് ഉണ്ടെങ്കിൽ അതിൽ ഭൂരിപക്ഷം ലീഗിന് അവകാശപ്പെടാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ശക്തിയുള്ള മണ്ഡലത്തിൽ തോൽവിയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ലീഗിന് വന്നു ചേരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് ലീഗ് കൈമേൽ മറന്ന് പുറത്തിറങ്ങേണ്ടത്. സാധ്യതങ്ങളൊക്കെ വിദേശത്ത് വന്നിട്ട് നിലമ്പൂർ മാത്രമാണെന്നില്ല, ഒരു ദിവസം മാത്രമാണ് ചെന്നൈയിൽ യോഗത്തിൽ പങ്കെടുക്കാൻ പോയത്. അപ്പോൾ ലീഗിന്റെ പ്രവർത്തനം അക്ഷരാർത്ഥത്തിൽ രണ്ടാം ഘട്ടത്തിൽ UDF-നെ ഏറെ മുൻപിലെത്തിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസും ലീഗും ഈ UDF-ന്റെ ഉള്ളിലെ തർക്കത്തിൽ അല്ലെങ്കിൽ നിലമ്പൂരിലെ കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് CPM-ന് വലിയ തോതിൽ തന്നെ വിശ്വാസമുണ്ട്. ഇന്ന് PV അൻവറും അക്കാര്യമാണ് സൂചിപ്പിച്ചത്. ആ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഉറക്കെ വിളിച്ചു പറയാതെ കുഞ്ഞാലിക്കുട്ടിക്ക് മറ്റു തരമില്ല. കാരണം ഇവിടെ എന്ത് തോൽവിയുണ്ടായാലും അതിന് ഉത്തരവാദിത്തം വന്നു ചേരുന്ന അവസാനം ലീഗിന്റെ തലയിലേക്കാകുമെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യും. അതാണ് ലീഗിന്റെ പറയാൻ പോകുന്ന രാഷ്ട്രീയം. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ജയപരാജയത്തിനുമപ്പുറം തെരഞ്ഞെടുപ്പ് നയിച്ചവരുടെ ജയപരാജയം കൂടിയായി മാറുന്നു എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു എന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറ്റെടുത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു, ഒപ്പം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൂടി ഉത്തരമായി മാറുന്നു. നമുക്ക് പേരെടുത്ത് പരാമർശിക്കാം.